എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളിലെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്കും അതുപോലെ തന്നെ നാളത്തെ അതിന്റെ ട്രേഡിംഗ് പ്ലാൻ വിവരിക്കുന്ന വീഡിയോയിലേക്കും ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുള്ള നിഫ്റ്റിയിലെ ലെവൽസ് ഇങ്ങനെയാണ്. എല്ലാം കൃത്യമായിട്ടും റെസ്പെക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നലെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ 23,362, 23,308 ഈ രണ്ട് ലെവലും സ്ട്രോങ് ആയിട്ട് റെസ്പെക്ട് ചെയ്യും, നല്ല ലെവലുകളായിട്ട്, നല്ല സപ്പോർട്ട് ലെവലുകളായിട്ട് ആക്ട് ചെയ്യും എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. താഴോട്ട് ചെറിയൊരു 40-50 പോയിന്റ്സിന്റെ ഒരു ചെറിയൊരു ഗ്യാപ് ഡൗൺ തന്ന് താഴോട്ട് ഇറങ്ങി വന്ന് 23,308 എന്ന ലെവലിൽ നിന്നും റിജക്റ്റ് ആയി. 3 മിനിറ്റ് 5 മിനിറ്റ് ടൈം ഫ്രെയിം ക്യാൻഡിൽസ് ഒരു ചെറിയൊരു റിജക്ഷൻ സൂചിപ്പിച്ചപ്പോൾ ഇത് പ്രോപ്പർ ഒരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു റിജക്ഷൻ ക്യാൻഡിൽ വന്നപ്പോൾ അവിടെ നിന്ന് ഒരു എൻട്രി, ഒരു കോൾ ഓപ്ഷന്റെ എൻട്രി എടുക്കുകയാണെങ്കിൽ അതുവരെ ആ ഒരു രേഖപ്പെടുത്തിയിട്ടുള്ള ലോ, അതായത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ് വരിക. നമുക്ക് ഈ ലെവലുകളെല്ലാം ടാർഗറ്റുകളായിട്ട് വരും. അപ്പോൾ ഒരു കോൾ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് അതുവരെ രേഖപ്പെടുത്തിയുള്ള ആ ഒരു ഹൈ ആണ്, അതായത് ഡേയ്സ് ഹൈ ആയിരിക്കും ടാർഗറ്റ്. പിന്നെ അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കുറച്ചു നേരമെങ്കിലും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മുകളിലോട്ടുള്ള ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. ഇന്ന് കംപ്ലീറ്റ്ലി നോക്കുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ആണ് നമുക്ക് നല്ല ലാഭം തന്നിട്ടുണ്ടാവുന്ന ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഓരോ പ്രാവശ്യം മുകളിലോട്ട് കയറി താഴോട്ട് വരുമ്പോഴും ഞാൻ ഓപ്ഷൻസിന്റെ വീഡിയോസ് ചെയ്ത സമയത്ത്, അതിന്റെ ആ ഒരു സീരീസ് ചെയ്ത സമയത്ത് പ്രൈസ് എങ്ങനെയാണ് മൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിക്സാഗ് ആയിട്ട് ഓരോ പ്രാവശ്യവും താഴോട്ട് വന്ന് റിജക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് അവിടെ നിന്നെല്ലാം കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം മുകളിലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് നല്ലൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഡേയ്സ് ലോ, സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ എവിടെ നിന്നാണോ എൻട്രി എടുക്കുന്നത് അതിന് തൊട്ട് മുൻപ് കിട്ടിയ ഒരു റിജക്ഷന് താഴെ ഇവിടെയെല്ലാം സ്റ്റോപ്പ് ലോസ് നിലനിർത്തിയിട്ട് നമുക്ക് മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. മുകളിലോട്ട് കയറിയ സമയത്ത് പിന്നീട് 452, ഇന്നലെ പറഞ്ഞിട്ടായിരുന്നു 23,452 മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ കുറച്ചു നേരമെങ്കിലും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ നിന്ന് മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ടാർഗറ്റ്സ് എന്ന് പറയുന്നത് 23,585, 23,612, 658 ഇവയെല്ലാം ടാർഗറ്റുകളായിട്ട് വരുന്നു പറഞ്ഞിട്ടായിരുന്നു. എവിടെ നിന്നാണോ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ്, അതായത് 3 മിനിറ്റ് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ക്യാൻഡിൽ എവിടെ നിന്നാണോ ഒരു റിജക്ഷൻ തരുന്നത് അവിടെ നമുക്ക് വേണമെങ്കിൽ കോൾ ഓപ്ഷൻ എക്സിറ്റ് ചെയ്യാം. പക്ഷെ പുട്ട് ഓപ്ഷനിൽ എൻട്രി എടുക്കണമെങ്കിൽ വൺസ് ഒരു നല്ല ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എഗെയിൻസ്റ്റ് നമുക്ക് ട്രേഡ് എടുക്കണമെങ്കിൽ ഒരു 15 മിനിറ്റിന്റെങ്കിലും റിജക്ഷൻ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. 15 മിനിറ്റില് എവിടെ നിന്നും ഒരു നല്ല റിജക്ഷൻ കിട്ടിയിട്ടില്ല. ശേഷം ഇത് ഇങ്ങനെ പ്രൈസ് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. തരുന്ന ഓരോ ഡിസ്കൗണ്ടും മനസ്സിലാക്കി എൻട്രി എടുക്കാൻ കഴിയുന്നവര് അവർ സ്കാൽപ്പ് ചെയ്ത് ലാഭം ഉണ്ടാക്കും. അല്ലാതെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ ലെവലും ബ്രേക്ക് ചെയ്ത് അതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നത് കാണുമ്പോൾ അവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാം. നമുക്ക് നോക്കുമ്പോൾ കാണാല്ലേ, ഇങ്ങനെ സിക്സാഗ് ആയിട്ടാണ് പ്രൈസ് മൂവ് ചെയ്തിരിക്കുന്നത്. എവിടെയും തൊട്ട് മുൻപുണ്ടാക്കിയ ലോയിനെ ബ്രേക്ക് ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ ട്രെൻഡ് മുകളിലോട്ട് തന്നെയാണ്. അത് മനസ്സിലാക്കിയ ഒരാൾക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രം മതി. ഓക്കെ, നിഫ്റ്റിയിൽ അപ്പോൾ നമുക്ക് അവസാനമായിട്ടും കിട്ടിയ ടാർഗറ്റ് എന്ന് പറയുന്നത് 23. ഈ തിക്കായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം നല്ല ലെവൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ തിക്കായിട്ടുള്ള ലെവൽസിന്റെ എല്ലാം മുകളിൽ കയറിയിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്കൗണ്ട് തരും, പിന്നീട് മുകളിലോട്ട് തന്നെ പോയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് കിട്ടിയ ടാർഗറ്റ് എന്ന് പറയുന്നത് 23,869 ആണ്. 23,869 എന്ന് പറയുന്നത് കുറെ ദിവസങ്ങൾക്ക് മുൻപ് ടെസ്റ്റ് ചെയ്ത ഒരു ലെവലാണ്. ഇതിന്റെ അടുത്ത് വന്ന് തിരിച്ചു താഴോട്ട് വന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ലെവൽസ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് എടുത്തതിന്റെ വിശേഷം. നിഫ്റ്റിയിൽ ഇനി സെൻസെക്സ് ഒന്ന് പരിശോധിക്കാം. സെൻസെക്സും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 76,818, 76,659 ഈ ലെവല് സ്ട്രോങ് ആയിട്ടുള്ള ലെവൽ, സപ്പോർട്ട് ലെവലുകളായിട്ട് ആക്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയെ പോലെ തന്നെ ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നു, താഴോട്ട് വന്നു. 76,659 നിന്നും റിജക്റ്റ് ആയിട്ട് മുകളിലോട്ട് കയറിപ്പോയി. ഇവിടുന്ന് റിജക്ഷൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടുന്ന് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ
ഡേയ്സ് ഹൈ ആയിരിക്കും ആദ്യത്തെ ടാർഗറ്റ്, പിന്നീട് മുകളിലത്തെ ലെവൽ ടാർഗറ്റ് ആയിട്ട് വരും. എവിടെ നിന്നാണോ ഒരു റിജക്ഷൻ വരുന്നത് അവിടെ നിന്ന് നമ്മൾ എക്സിറ്റ് ആവും. പുട്ട് ഓപ്ഷൻ എടുക്കണമെങ്കിൽ ഒരു 15 മിനിറ്റിലെങ്കിലും റിജക്ഷൻ വരണം. നിങ്ങൾ 15 മിനിറ്റ് ആക്കി ജസ്റ്റ് ഒന്ന് ചാർട്ടിന് വെച്ച് നോക്കിയാൽ അറിയാം 15 മിനിറ്റിൽ റിജക്ഷൻസ് വന്നിട്ടില്ല. ശേഷം ഒന്ന് താഴോട്ട് വന്ന് ഡിസ്കൗണ്ടിലേക്ക് വന്നിട്ട് പിന്നെയും മുകളിലോട്ട് കയറി ഓരോ ലെവലും ടെസ്റ്റ് ചെയ്ത് മുകളിലോട്ട് കയറി. സെൻസെക്സിൽ നമുക്ക് അവസാനമായിട്ട് കിട്ടിയ ടാർഗറ്റ് എന്ന് പറയുന്നത് 78,590 ആണ്. നമ്മുടെ ലെവൽസ് എല്ലാം കൃത്യമായിട്ടും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ആ ഒരു ലെവലിന്റെ അടുത്ത് വെച്ചിട്ട് ക്യാൻഡിൽസ് പെരുമാറുന്നതിനനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്ത് പോകാനും പറ്റും. നിഫ്റ്റിയെ പോലെ തന്നെ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ കയറി ചെറുതായിട്ടും താഴോട്ടുന്ന് അങ്ങനെയാണ് പോകുന്നത്. സിംഗിൾ ഡയറക്ഷൻ ട്രെൻഡ് ആയിരുന്നു. ഒരു പോയിന്റിൽ പോലും തൊട്ട് മുൻപ് ഉണ്ടാക്കിയ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുന്നില്ല. ഇവിടെ വന്നിട്ടുള്ള ഇതാണെങ്കിലും ഈ ഒരു ലോ ആണെങ്കിലും ഈ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ അത് അപ് ട്രെൻഡിൽ തന്നെയാണുള്ളത്. അപ്പൊ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ സെൻസെക്സ് ഏകദേശം 1500 പോയിന്റ്സോളം, നിഫ്റ്റി ഒരു 400+ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. നല്ല ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നാളത്തെ ലെവൽസും അതുപോലെ തന്നെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. നിഫ്റ്റിയിൽ നാളത്തെ എൻ്റെ ലെവൽസ് ഇങ്ങനെയാണ്. നാളത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ഇങ്ങനെയായിരിക്കും. നിഫ്റ്റി നാളെ ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ എന്ത് വേണേലും തരട്ടെ. ഓപ്പണിങ്ങിൽ ആദ്യത്തെ 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡലിനെ അത് ഫോം ആയതിനു ശേഷം ആ ക്യാൻഡലിനെ നിലനിർത്തിക്കൊണ്ട് പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലോട്ട് പോകുന്നു എന്ന് നോക്കും. ഏത് ഡയറക്ഷനിലോട്ടാണോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലോട്ടായിരിക്കും ഞാൻ ആദ്യം ട്രേഡ് എടുക്കുക. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാളെ നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് ആദ്യത്തെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ മുകളിലോട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ മുകളിലോട്ട് കയറി ആദ്യത്തെ ക്യാൻഡിൽ അപേക്ഷിച്ച് മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന ട്രേഡ് കോൾ ഓപ്ഷൻ ആയിരിക്കും. തരുന്ന ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്ത്, ഡിസ്കൗണ്ട് ഡേയ്സ് ലോവിനെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു ഡിസ്കൗണ്ട് തന്നിട്ട് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ അതിന്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ ഡേയ്സ് ലോയിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അപ്പോൾ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഹൈ ആയിരിക്കും ആദ്യത്തെ ടാർഗറ്റ്. പിന്നീട് മുകളിലോട്ടുള്ള ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് വരും. അപ്പോൾ നമുക്ക് ആദ്യം പ്രതീക്ഷിക്കാവുന്ന ലെവൽ എന്ന് പറയുന്നത് 23,911 പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യും. അതിനെ ബ്രേക്ക് ചെയ്ത് അതിന്റെ മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിലോ കുറച്ചു നേരമെങ്കിലും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് 24,010 ടാർഗറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ മുകളിലോട്ടുള്ള ടാർഗറ്റുകൾ എന്ന് പറയുന്നത് 24,010, 24,054, 24,090, 24,121, 150, 227 അങ്ങനെ മുകളിലോട്ട് നമുക്ക് ഈ ടാർഗറ്റുകളെല്ലാം വെച്ച് മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ തിക്കായിട്ട് ബ്ലൂവിലും വൈറ്റിലൊക്കെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന തിക്കായിട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ലെവൽസ് ആയിരിക്കും. ഏത് ലെവലിൽ നിന്നാണോ ഒരു ചെറിയൊരു റിജക്ഷൻ എങ്കിലും, അതായത് ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ കാണിക്കുന്നത് അവിടെ നിന്ന് ഞാൻ കോൾ ഓപ്ഷൻ എക്സിറ്റ് ചെയ്യും. പിന്നീട് ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും ആ ലെവലിന്റെ അടുത്ത് നിന്നും ഒരു റിജക്ഷനോട് കൂടിയിട്ട് ക്ലോസ് ആയി കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ എടുത്ത് താഴോട്ട് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലുകൾ തന്നെയായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു 15 മിനിറ്റിലെങ്കിലും റിജക്ഷൻ തരാത്തത് വരെ ഞാൻ പുട്ട് ഓപ്ഷൻ ട്രേഡ് എടുക്കില്ല. ഇനി ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് ആദ്യത്തെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഞാൻ താഴോട്ട് ട്രേഡ് എടുക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 23,783 ആയിരിക്കും. മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് ഡേയ്സ് ആയിട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് താഴോട്ട് ട്രേഡ് എടുക്കുമ്പോൾ 23,783, 744 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യും. അതിനെയും ബ്രേക്ക് ചെയ്ത് 720ന്റെയും താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് 656 നമുക്ക് നിഫ്റ്റിയെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ താഴോട്ടുള്ള ടാർഗറ്റുകൾ എന്ന് പറയുന്നത് ഈ ലെവലുകളൊക്കെ ആയിരിക്കും. തിക്കായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ലെവൽസ്, അതായത് 23,656, 23,453, 426 എന്നീ ലെവലുകളെല്ലാം പ്രധാനമായിട്ടുള്ള സപ്പോർട്ട് ലെവലുകളായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. ഏത് ലെവലിൽ നിന്നാണോ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു റിജക്ഷൻ കാണിക്കുന്നത് അവിടെ നിന്ന് ഞാൻ പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ചെയ്യും. ശേഷം വെയിറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും ഇതുപോലെ ഒരു റിജക്ഷൻ
ഇതുപോലെയുള്ളൊരു റിജക്ഷൻ തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും ഒരു റിജക്ഷൻ തന്നു കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് കോൾ ഓപ്ഷൻ എൻട്രി എടുക്കും. ആ ഒരു റിജക്ഷൻ താഴെ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ച് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ ഈ ലെവലുകൾ തന്നെ ടാർഗറ്റുകളായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ ഇങ്ങനെയാണ് ലെവൽസ് വരിക. ഇനി സെൻസെക്സിൽ എങ്ങനെയാണെന്ന് നോക്കാം. സെൻസെക്സിൽ ലെവൽസ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ നാളെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അത് ഫോം ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലോട്ട് പോകുന്നു നോക്കും. ആ ഡയറക്ഷനിലോട്ട് ട്രേഡ് എടുക്കും. ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്തിട്ടും ട്രേഡ് എടുക്കും. അപ്പോൾ നമുക്ക് ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന മുകളിലോട്ടാണ് നമുക്കൊരു എൻട്രി വരുന്നതെങ്കിൽ ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ച് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ എന്ന് പറയുന്നത് 78,742, 79,000, 79,006 എന്ന ഈ ലെവൽ തിക്കായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ബ്ലൂ ലൈൻ നല്ലൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യും. അതിനെയും ബ്രേക്ക് ചെയ്ത് അതിന്റെ മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് 79,339 പ്രൈസിനെ പ്രതീക്ഷിക്കാവുന്നതാണ്. 79,339, 458, 617, 758, ശേഷം 873 നല്ലൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യും. അപ്പം മുകളിലോട്ടുള്ള ലെവൽസ് എല്ലാം ഇങ്ങനെയായിരിക്കും. ഇതൊക്കെയായിരിക്കും മുകളിലോട്ടുള്ള കോൾ ഓപ്ഷന്റെ ടാർഗറ്റുകളായിട്ട് വരിക. അപ്പോൾ ഏത് ലെവലിൽ നിന്നാണോ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു റിജക്ഷൻ കാണിക്കുന്നത്, അപ്പോൾ ഞാൻ കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവും. എന്നിട്ട് വെയിറ്റ് ചെയ്യും. ഒരു 15 മിനിറ്റിലെങ്കിലും ഒരു റിജക്ഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ആ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പുട്ട് ഓപ്ഷനിൽ എൻട്രി എടുക്കും. താഴോട്ടുള്ള ഈ ലെവലുകൾ തന്നെ ടാർഗറ്റുകളാക്കി വെക്കുകയും ചെയ്യും. എന്നിട്ട് ഡേയ്സ് ആയി സ്റ്റോപ്പ് ലോസ് ആക്കി വെക്കും. ഇനി ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് താഴോട്ടാണ് ക്യാൻഡിൽസ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഡിസ്കൗണ്ടിൽ എൻട്രി എടുത്ത് താഴോട്ട് തന്നെ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അപ്പോൾ ആ ഒരു ഡേയ്സ് ലോ ആയിരിക്കും. അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലോ ആയിരിക്കും ആദ്യത്തെ ടാർഗറ്റ്. പിന്നീട് അതിനെയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 78,348, 78,174, 78,90, 77,836 എന്നീ ലെവലുകളൊക്കെ ടാർഗറ്റുകളൊക്കെ വെച്ച് താഴോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 78,174 നല്ലൊരു ലെവലായിട്ട് ആക്ട് ചെയ്യും. 77,836, ഈ 77,836 ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 77,539, 77,133, 77,057 എന്നീ ലെവലുകളൊക്കെ നമുക്ക് ടാർഗറ്റുകളായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ലെവലുകളുടെ അടുത്ത് വെച്ച് ക്യാൻഡിൽസ് എന്ത് സൂചിപ്പിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ തീരുമാനങ്ങൾ എടുത്തിട്ട് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ലെവൽസുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കണം. ക്യാൻഡിൽസ് നമുക്ക് റിജക്ഷൻ ഒക്കെ റീഡ് ചെയ്യാനും അറിഞ്ഞിരിക്കണം. ഇത്രയും അറിയുന്ന ഒരാൾക്ക് സുഖമായിട്ട് ട്രേഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നത് ഞാൻ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻസിന്റെ സീരീസ് പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ നാളത്തെ സെൻസെക്സിൽ എൻ്റെ ലെവൽസ് എല്ലാം ഇങ്ങനെയാണ്. മുകളിലോട്ടാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ലെവൽസ് ഉണ്ടാവുക. ഇന്നത്തെ ലെവൽസ് എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് നമുക്ക് നാളെ നോക്കാം. നാളെ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ നാളെ മാർക്കറ്റ് ഇല്ല, ഇനി തിങ്കളാഴ്ചയെ മാർക്കറ്റ് ഉള്ളൂ. നാളെ ഗുഡ് ഫ്രൈഡേ ആണ്, അപ്പം മാർക്കറ്റ് അവധിയാണ്. പിന്നെ സാറ്റർഡേ സൺഡേ പിന്നെ മൺഡേ ആണ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് മൺഡേ ഈവനിങ് ഇടുന്ന വീഡിയോയിൽ ഈ ലെവൽസ് എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ പഠിക്കണം അല്ലെങ്കിൽ ചാർട്ട് റീഡ് ചെയ്യാൻ പഠിക്കണം എന്നൊക്കെ അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. 3 ആഴ്ചത്തെ ക്ലാസ് ആയിരിക്കും. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. മാർക്കറ്റ് അവേഴ്സിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.